പുള്ളിക്കാർക്ക് പഠിപ്പിച്ച് ഗൈസ്. Elon Musk has a rival, no one talking about. A college dropper who built rockets in his അങ്ങനെ 22 ബില്യൺ കമ്പനി പുള്ളിക്കാരൻ റൺ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും അറിയുന്നുണ്ടോ ഗൈസ്? ആരും അറിയുന്നില്ല. നമുക്കിനി അണ്ണനെ കുറിച്ച് നമുക്ക് പഠിക്കാം. പീറ്റർ ബെക്ക് എന്നാണ് എൻ്റെ പേരെന്ന് പറയുന്നത്. വാസ് ദ കിഡ് യുവർ പാരൻസ് വാണ്ട് യു അബൌട്ട്. ഓ, പീറ്റർ ടെക് 15ാമത്തെ വയസ്സിലാണ് ഈ ടെർബോ ചാർജ്ഡ് കാർ എഞ്ചിൻസ് ഇൻ ഹിസ് ഗാരേജ്. ടെർബോ ചാർജ് ചെയ്യുക പുള്ളിക്കാരൻ്റെ കാർ എഞ്ചിൻസ്. ഒന്ന് ഓർത്ത് നോക്കണേ എന്നാ കഴിവാന്ന്. 16ാമത്തെ വയസ്സിലാണ് പുള്ളിക്കാരൻ വാട്ടർ റോക്കറ്റ്സ്. ഓ, ഹിസ് വാട്ടർ റോക്കറ്റ്സ് ബ്രേക്ക് വിൻഡോസ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന വാട്ടർ റോക്കറ്റ്സ് പുള്ളി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കരിയർ കൗൺസിലേഴ്സ് ടോൾഡ് ഹിസ് ഡ്രീം വർ ടു ബിഗ്. കൗൺസിലേഴ്സ് വരെ ടോൾഡ് ചെയ്യുന്നുണ്ട് പുള്ളീൻ്റെ ഡ്രീം എന്ന് പറയുന്നത് വളരെ വളരെ വലുതായിരുന്നു. ടീച്ചേഴ്സ് ഒന്നും ആരും വില കൊടുക്കൂലല്ലോ. മോസ്റ്റ് ടീച്ചേഴ്സ് ഡിഡ് നോട്ട് കെയർ. സത്യം, ആര് വില കൊടുക്കാൻ. ബട്ട് വൺ ടീച്ചർ ഹാൻഡ് ഹിം കീ ടു ദ സ്കൂൾ വർക്ക്ഷോപ്പ്. ഒരു ടീച്ചർ ഉണ്ടായിരുന്നു എല്ലാത്തിനും പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളത്. കുറേയധികം നൈറ്റ്സുകൾ ഉണ്ടാവും കഷ്ടപ്പെട്ടത്, അതേപോലെ വീക്സുകൾ ഉണ്ടാകും. അങ്ങനെ കുറേയധികം കഷ്ടപ്പെട്ട് അങ്ങനൊരു എന്താ പറയുക ജെറ്റ് പാക്സും അതേപോലെ സ്റ്റീം ബൈക്സും അതേപോലെ റോക്കറ്റ്സും എല്ലാം പുള്ളിക്കാരൻ ബിൽഡ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഹി വാസ് ലേണിംഗ് വാട്ട് നോ കോളേജ് കുഡ് ടീച്ച്. ഒരു കോളേജും പഠിപ്പിക്കാൻ പറ്റാത്തത്ര പുള്ളിക്കാരൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ടീച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഹൗ ടു മേക്ക് ഇമ്പോസിബിൾ. അതാണ് നമ്മുടെ ഹാൻഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കാനാണ് പുള്ളിക്കാരൻ പഠിച്ചത്. റോക്കറ്റ് സയൻസസ് ന്യൂസിലാൻഡ്. അതായത് ഒരു വാഷിംഗ് മെഷീൻ കമ്പനിയിൽ പുള്ളിക്കാരൻ ഒരു അപ്രന്റീസ് ആയിട്ട് ജോലി ചെയ്തു. ആ ഒരു സമയത്തെല്ലാം ഈ മെഷീൻസ് എല്ലാം ഡേ ബൈ ഡേ പുള്ളിക്കാരൻ ഇങ്ങനെ വന്നങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതായത് റോക്കറ്റിൻ്റെ പ്രോട്ടോടൈപ്പ് എൻജിൻസ് ആയിരുന്നു പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ സമയത്തും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഹോം ഇവരുടെ പുള്ളിക്കാരത്തിൻ്റെ ഓരോരോ ഇതില്ല. ഇപ്പം പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു ഇതിനകത്തൊരു കമ്പനിയിലാണല്ലോ, എന്താണ് വാഷിംഗ് മെഷീൻ എന്താ പറയുക ഫാക്ടറിയിലാണല്ലോ. എല്ലാവരും വീട്ടിൽ പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ എങ്ങനെയാണ് ഒരു പ്രോബ്ലം ഡയറക്റ്റ്ലി സോൾവ് ചെയ്യാൻ വിത്ത് ഹാൻഡ് എങ്ങനെ സോൾവ് ചെയ്യാൻ പുള്ളിക്കാരൻ പഠിച്ചു. ഇഷ്ടംപോലെ ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതേപോലെ തന്നെ പുള്ളിക്കാരൻ അതുവഴിയായിട്ട് കുറേയധികം കാര്യങ്ങളെല്ലാം പഠിച്ചു. ടോട്ട് ഹിം സംതിങ് മണി ഓർ ഡിഗ്രി കിട്ടും. പൈസയ്ക്കും ഡിഗ്രിക്കും കൊടുക്കുന്ന പൈസയും ഡിഗ്രിയും നമ്മളെ പഠിപ്പിക്കുന്നതിനേക്കാളും വേറെ കുറേയധികം കാര്യങ്ങൾ പുള്ളിക്കാരൻ ഇങ്ങനെ പഠിച്ചു. 2006 പുള്ളിക്കാരൻ US മിഗ്രേറ്റ് ചെയ്തത്. 2006 പുള്ളിക്കാരൻ US പോകുന്നത്. അതേപോലെ തന്നെ ഓൺ എ റോക്കറ്റ് പിൽഗ്രിമേജ്. ഓക്കെ, എന്താ എനിക്കറിഞ്ഞൂടാ. വിസിറ്റ് എവരി എയർ സ്പേസ് ഫെസിലിറ്റി ഹിപ്പിൽ. എല്ലാ എയർ സ്പേസ് ഫെസിലിറ്റിയും പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഗോട്ട് എസ്കോർട്ടർ ഓഫ് എവരി പ്രോപ്പർട്ടി. എല്ലാ പ്രോപ്പർട്ടിയും പുള്ളി നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കും, ഒരു കൈ വെച്ച് മെഷീൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ ഇതെല്ലാം കണ്ടാലെന്താണ് ആൾക്കാർ നിർത്തിയിട്ട് പോകാനൊക്കെ വിചാരിക്കുള്ളൂ. അല്ലാതെ പുതിയൊരു സാധനം റോക്കറ്റ് മറ്റേ എബി സിനിമയൊക്കെ ഇല്ല അതിനകത്ത് കാണുന്ന പോലെ ഉണ്ടാക്കാൻ നിൽക്കുക ഇല്ല. നെവർ, അങ്ങനെ നിൽക്കൂല. ഓൺ ദ ഫ്ലൈറ്റ് ഹോം ഹീ സ്കെച്ച്ഡ് എ ലോഗോ ഓൺ എ നാപ്കിൻ. ഓ, ഫ്ലൈറ്റ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ലോഗോയാണ് നാപ്കിൻ്റെ മുന്നിൽ ഉണ്ടാക്കിയത്. ആ സമയത്താണ് റോക്കറ്റ് ലാബ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി ഉണ്ടായത്. അതേപോലെ തന്നെ വളരെ വലിയ ആളുകൾ പുതിയ മാസീവായിട്ടുള്ള റോക്കറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പുള്ളി വിചാരിച്ചിട്ടുണ്ട് നമുക്ക് ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ലോഞ്ചസ് ഒക്കെ നമുക്ക് ചെറിയതായിട്ട് ഉണ്ടാക്കാമെന്നുള്ളതാണ് പുള്ളീൻ്റെ ഇതെന്ന് പറയുന്നത്. അതേപോലെ പുള്ളിക്കാരൻ 5 മില്യൺ ന്യൂസിലാൻഡിലുള്ള ആ ഒരു സ്റ്റാർട്ടപ്പ് റോക്കറ്റ് സ്റ്റാർട്ടപ്പിന് വേണ്ടി പുള്ളി റൈസ് ചെയ്തത്. ക്രേസി. 5 മില്യൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 8 കോടി അല്ല, 5 മില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40 കോടി രൂപയെങ്കിലും വരുമായിരിക്കും. എന്താ പറയുക, ഒരു ഡിഗ്രി ഉണ്ടാവില്ല, ഒരു കണക്ഷൻ ഉണ്ടാവില്ല, എന്നിട്ടാണ് ഒരു ട്രാക്ക് റെക്കോർഡ് പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ് 5 മില്യൺ റൈസ് ചെയ്തത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ദിസ് കേഴ്സിറ്റ് ബിക്കേം ഹിസ് സീക്രട്ട് വെപ്പൺ. ലോക്കൽ ലാബ് സ്പേസ് എക്സ് ബേൺസ് ബില്യൺ. അതെ, ഒരു റോക്കറ്റൊക്കെ ഉണ്ടാക്കി പറപ്പിക്കുക, അതേപോലെ പൊട്ടിച്ച് കളയുക, ഇതിനൊക്കെ നല്ല പൈസ സ്പേസ് എക്സിൻ്റെ വഴി പോകുന്നുണ്ട്. അതേപോലെ തന്നെ ബെക്കിനാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കി നോക്കണം, സ്പേസ് എക്സിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു 100 ബില്യൻ്റെ മുകളിലേക്ക് പോവാം. പക്ഷേ ഈ ഒരു കമ്പനി അങ്ങനെയല്ലല്ലോ, അവർക്ക് പൈസയ്ക്ക് നല്ല രീതിയിൽ തന്നെ വിലയുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ വേസ്റ്റ് ചെയ്യില്ല, നോ മീറ്റിംഗ് അങ്ങനെ പരിപാടിയൊന്നുമില്ല. അവർക്ക് അവർ വിചാരിച്ചുകൊണ്ടിരുന്ന മീറ്റിങ്ങിനേക്കാളും കൂടുതൽ നല്ല കിടിലനായിട്ടുള്ള നല്ല സാധനങ്ങൾ, നല്ല റോക്കറ്റുകൾ ഉണ്ടാക്കാമെന്നായിരുന്നു ഇതിൻ്റെ
കാര്യം എന്ന് പറയുന്നത് അവരുടെ ഫസ്റ്റ് റോക്കറ്റ് എന്ന ETA-01 കോസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് വാട്ട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഒരു ചെറിയ ഇവിടെ മസ്കണ്ണനൊക്കെ ഒരു ബില്യണൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ അത്ര ഒരു 50 മില്യൺ അല്ലെങ്കിൽ 5 മില്യൺ ഒക്കെ ആയിരുന്നു അവരെ റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. 2009 പുള്ളിക്കാരൻ സബോർബിറ്റൽ സ്പേസ് ഈ ലോഞ്ചിൽ ഇട്ടുണ്ട്. സബോർബിറ്റൽ സ്പേസ് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നത്. അതിനകത്തേക്ക് ലോഞ്ച് ചെയ്തിരുന്നതാണ്. ഹി വാസ് നോ ലോങ്ങർ എ ഡ്രീമർ, ഹി പുട്ട് ഇൻ സ്കൈ. പുള്ളിക്കാരനൊരു ഡ്രീമർ അല്ല, ഇപ്പം ആക്ച്വലി പുള്ളിക്കാരൻ ഓരോരോ റോക്കറ്റുകൾ ഇങ്ങനെ മാനത്തേക്ക് വിടുന്നുണ്ട് ആക്ച്വലി. സക്സസ് ബ്രോട്ട് പ്രഷർ. സത്യം, സക്സസ് ഉണ്ടായാൽ പ്രഷർ ഉണ്ടാവും, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും. He admitted he punked before his first 30 launches. Punked. Every rocket carried millions in payload. സത്യം, ഒരു റോക്കറ്റ് മുകളിലേക്ക് വിടുക എന്ന് പറയുന്നത് ഇത്രയധികം പൈസേൻ്റെ കളിയാണെന്ന് ഓർത്ത് നോക്കുകയും, അതായത് ഒരു മിസ്റ്റേക്ക് വഴിയായിട്ട് അതൊക്കെ തീർന്നു പോകും. ഇപ്പം അടുത്ത് ഈ മസ്കണ്ണൻ്റെ സ്പേസ് എക്സ് തന്നെ, അതായത് റോക്കറ്റ് മുകളിലേക്ക് പോയി താഴേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ കാന്തുണ്ട്, ആ ഒരു കാന്ത് വെച്ചിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വെക്കുന്ന ഒരു വീഡിയോ ഒക്കെ വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു. ഒബ്സഷൻ ബിക്കെയിം നെസസറി. ഒബ്സഷൻ എന്ന് പറയുന്നത് വളരെ നെസസറി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് വന്നു. Every screw is transferable back to the steel mill. Every detail matters. In space there are no second chances. സത്യം, ഇവിടെ എന്ത് സെക്കൻഡ് ചാൻസ്? Today rocket lab rolls out electron rockets every 18 days. 18 days അവർ ഇലക്ട്രോൺ റോക്കറ്റ്സുകൾ ആക്ച്വലി ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് അതേപോലെ തന്നെ 150 പരം സാറ്റലൈറ്റ്സ് ഗവൺമെൻറ്റ്സിനും കമ്പനികൾക്കും വേണ്ടി 150 പരം സാറ്റലൈറ്റ്സ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗരാജ് ഹോബി, ആ ഒരു വാഷിംഗ് മെഷീൻ കമ്പനിയിൽ ഇരുന്നുകൊണ്ട് ചേരുന്ന ആ ഒരു പരിപാടി എന്ന് പറയുന്നത് 22 ബില്യൺ വാലുവേഷൻ ഉള്ള ഒരു കമ്പനിയായിട്ട് അത് മാറ്റി എന്നുള്ളതാണ്. ഇതൊരിക്കലും റോക്കറ്റുകളെ കുറിച്ചുള്ളൊരു പാഠമല്ല. അതായത് സത്യം, നിങ്ങളൊന്ന് ഓർത്ത് വെക്കൂ, പുള്ളിക്കാരൻ USA പോയിട്ട് അത്രയും എയർ സ്പേസ് കമ്പനികളെല്ലാം കണ്ടതിന് ശേഷവും പുള്ളിക്കാരൻ ആ ഒരു ഡ്രീമിന് വേണ്ടി ഫോക്കസ് ചെയ്തു. കാരണം അത്രയും ടെക്നോളജി വളരെയധികം എക്യൂപ്ഡ് ആയിട്ടുള്ളൊരു സമയത്താണ് പുള്ളിക്കാരൻ അതെല്ലാം കാണുന്നത്. എന്നിട്ട് വരെ പുള്ളിൻ്റെ ആ ഒരു ഡ്രീമിന് വേണ്ടി പുള്ളിക്കാരൻ ഫോക്കസ് ചെയ്തു. ആ ഒരു ഫോക്കസ് ചെയ്ത് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടത് കൊണ്ടാണ് പുള്ളിക്കാരൻ ഇത്രയധികം മാസീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത്. അതാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു ലെഗസി നമുക്ക് കാണിച്ചു തരുന്നത്. വൈൽ ഈസ് വെയിറ്റിംഗ് ഫോർ പെർഫെക്റ്റ് കണ്ടീഷൻ. അതാണ് എല്ലാവരും, ചില മനുഷ്യരൊക്കെ ഉണ്ട് ഇങ്ങനെ എന്താ പറയുക, പെർഫെക്റ്റ് കണ്ടീഷന്. അതായത് നമുക്കൊരു ഐഫോൺ കിട്ടിയാൽ നമ്മളൊരു യൂട്യൂബ് വീഡിയോ ഇടുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു കഥ കിട്ടിയാൽ മാത്രമേ നമ്മളൊരു എഴുതാൻ തുടങ്ങുള്ളൂ, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാനും അങ്ങനെയായിരുന്നു. അതായത് എനിക്ക് ഞാൻ ഈ സ്ട്രീം ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, ഞാൻ പണ്ടിൻ്റെ സ്ട്രീം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, അതായത് ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ സ്ട്രീം ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസത്തോളമായി. അതിന് മുന്നേ ഒരു 5 മാസം മുന്നേ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓരോ കണ്ടീഷൻസ് വേണം. അതായത് നല്ലൊരു മൈക്ക് വേണം, അതേപോലെ ഈഗിളിനെ പോലെ നല്ലൊരു സെറ്റപ്പൊക്കെ ഉണ്ടായാലും ഞാൻ സ്ട്രീമുകളെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ കാലം ഇങ്ങനെ കഴിയുമ്പോൾ അതൊക്കെ മാറി ചിന്തിക്കാൻ പറ്റും. ഇപ്പം എനിക്കൊരു മൈക്കില്ല, അതായത് ഇപ്പോൾ ഇത് ലാപ്ടോപ്പിൻ്റെ ശബ്ദം വരെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അത്രയും അങ്ങനത്തെ ഒരു ചെറിയൊരു സ്ട്രീമാണിത്. ബട്ട് നമ്മൾ സെറ്റാവും, അത് ഉറപ്പാണ്. പക്ഷെ അത് കാലം മാറുന്നതിനനുസരിച്ച് നമുക്ക് സെറ്റൊക്കെ ആവും, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഇപ്പം ചെയ്യാം, അല്ലാതെ ഇതിന് നീട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഈ സ്ട്രീമൊക്കെ ചെയ്താലും നാട്ടിൽ തെറി പറയാൻ എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. അപ്പം സ്ട്രീം ചെയ്യാം, നമുക്ക് ആ ഒരു മൂഡിലങ്ങ് പോകാം, അത്രേ ഉള്ളൂ. അതായത് നമ്മൾ ആദ്യം ആക്ഷൻ ചെയ്യാം, ആക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പെർഫെക്ഷനിലേക്ക് നിൽക്കാൻ പാടുള്ളൂ, അത്രേ ഉള്ളൂ. അതാണ് പുള്ളി പഠിപ്പിച്ചത്. ഏജ് സാറ്റലൈറ്റ് ഇമ്പാക്ട്സ് മില്യൺ. സത്യം, ഓരോരോ സാറ്റലൈറ്റും ഇമ്പാക്ട് ചെയ്യുന്നത് മില്യൺസ് ഓഫ് പീപ്പിൾസിനാണ്. GPS ഉണ്ട്, വെതർ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ, പലതും സാറ്റലൈറ്റ്സ് വഴിയായിട്ടാണ് നമ്മൾ നടക്കുന്നത്. പുള്ളിക്കാരൻ ഒരു കമ്പനിയല്ല ആക്ച്വലി ബിൽഡ് ചെയ്തത്, പുള്ളി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഈ ഒരു മോഡേൺ വേൾഡ് പുള്ളി ബിൽഡ് ചെയ്തത്. സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ പെർമിഷൻ. അതെ, ആരുടെയും പെർമിഷന് വേണ്ടി കാത്തിക്കണ്ട. സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. സത്യം, നമ്മുടെ അടുത്ത് ഉള്ളതുപോലെ ജീവിക്കുക. അതായത് ഇന്ന് എൻ്റെ അടുത്ത് ഈ ഒരു ചെറിയൊരു മൊബൈലും ഈ ഒരു ലാപ്ടോപ്പ്, അതായത് ഇങ്ങനെ ഫാനൊക്കെ കറങ്ങുന്ന ഈ ഒരു ചെറിയൊരു ഹീറ്റിംഗ് ലാപ്ടോപ്പൊക്കെ ഉണ്ട്. ബട്ട് നമ്മളൊരു ടൈമിലെത്തുമ്പോൾ നമ്മൾ സെറ്റാവും. അതാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. അപ്പം എല്ലാം അതിൻ്റേതായ ഒരു ടൈം എടുക്കും. അതെ, നമ്മളൊരിക്കലും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനെ വെച്ചിട്ട് നമ്മുടെ ബാക്കിയുള്ളവരുടെ 10ാമത്തെയോ 20ാമത്തെ ചാപ്റ്റർ നമ്മളൊരിക്കലും കമ്പയർ ചെയ്യരുതല്ലോ. അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. എല്ലാത്തിനും അതിൻ്റേതായ